മഴക്കാലത്ത് ക്രേവിങ്സ് എല്ലാവർക്കും കുറച്ച് കൂടുതലാണല്ലേ. അങ്ങനെ ഒരു ക്രേവിങ്സ് വന്നപ്പോൾ എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ലാലേട്ടൻ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഫ്രൈഡ് ബനാന വിത്ത് ഐസ്ക്രീം ഡെസേർട്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. എന്നാൽ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്കിത് റൗണ്ടായി കട്ട് ചെയ്തെടുക്കാം. ലാലേട്ടൻ പറയുന്നത് നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാനാണ്. പക്ഷെ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്ത ശേഷം ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 പഴം എടുത്തുകൊണ്ട് ഞാനിത് 2 ബാച്ചായി ചെയ്തെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം ചെയ്തതും ഒന്നിച്ചാക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ജാഗ്രി പൗഡർ തന്നെ ഉള്ളതുകൊണ്ട് ഞാൻ അതന്നെ ചേർത്ത് കൊടുക്കുന്നത്. ജാഗ്രി പിന്നെ മുഴുവനായിട്ടാണുള്ളതെങ്കിൽ അതിന് പൊടിച്ചെടുത്ത ശേഷം നമുക്കതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ ജാഗ്രി നല്ലോണം മെൽട്ടായി ബനാനയിലേക്ക് നല്ലോണം മിക്സ് ആവുന്നത് വരെ നമുക്ക് സിമ്മിലിട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ജാഗ്രി മിക്സായി കഴിഞ്ഞാൽ മെൽട്ടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാൻ ലാലേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ലാസ്റ്റിൽ കുറച്ച് റമ്മും ചേർത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് വേണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമുക്കിതിലേക്ക് ഐസ്ക്രീം ഇട്ടെടുത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസും പിസ്താഷ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ.